ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന് തീപിടിച്ചു. 17 കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ്സിൽ നിന്ന് കുട്ടികളെ വേഗം ഇറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് സംഭവം. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സിനാണ് ആലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് വെച്ച് തീപിടിച്ചത്. ബസ്സിൽ 17 കുട്ടികളുണ്ടായിരുന്നു. പുക ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഞൊടിയിടയിൽ കുട്ടികളെ പുറത്തിറക്കി. നിമിഷനേരം കൊണ്ട് ബസ്സിൽ പൂർണ്ണമായും തീ പടർന്നു. നമ്മൾ രാവിലെ 8:30 ഏകദേശം 8:30 കാണും. സമയം ഇവിടെ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ചെറിയൊരു പുക കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്തി കുട്ടികളോട് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു. 17 കുട്ടികളുണ്ടായിരുന്നു. അവരെ പൂർണ്ണമായിട്ടും വെളിയിൽ ഇറക്കി. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീ അണയ്ക്കാൻ രണ്ടുപേരോട് ശ്രമിച്ചു. തീ അണയ്ക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് അത് കൺട്രോളിൽ വന്നില്ല. കുട്ടികളെല്ലാം സുരക്ഷിതരാണ്. അവരുടെ രക്ഷകർത്താക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം സേഫായിട്ടിരിക്കുന്നു. രാവിലെ 8:45 ഈ സ്കൂൾ ബസ് ഇവിടെ വന്ന് പെട്ടെന്ന് ഇവിടെ നിർത്തി. ഇവിടെ സ്റ്റോപ്പ് ഉള്ളതല്ലേ ഈ സ്കൂൾ ബസ്സിന്. അപ്പോൾ അതുമില്ല, സ്കൂൾ ബസ് നിർത്തി കുട്ടികൾ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടു. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ കുട്ടികൾ പറയുന്നുണ്ട് ആണ്ട പുക വരുന്നതെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഫ്രണ്ട് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് പുക വരുന്നുണ്ട്. ആ പുക വരുന്നത് പെട്ടെന്ന് അത് കൂടുക. പെട്ടെന്ന് കുട്ടികളോട് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു. കുട്ടികളെ സേഫായിട്ട് അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ മാറ്റി. ചെങ്ങന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത്. മറ്റൊരു ബസ്സിൽ മുഴുവൻ കുട്ടികളെയും വീടുകളിൽ എത്തിച്ചു. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ വാഹനത്തിൽ പരിശോധന നടത്തി. വാഹനത്തിന് ഫിറ്റ്നസ് അടക്കമുള്ള എല്ലാ രേഖകളുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദഗ്ധ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അപകടസ്ഥലം സന്ദർശിച്ചു. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരിക്കൽ കൂടി വാഹന പരിശോധന നടത്തണമെന്ന് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് മലയാളം, ആലപ്പുഴ.